എല്ലാ പ്രേക്ഷകർക്കും ധീമഹി ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ 150-ാമത്തെ നാമമാണ് വിശദീകരിച്ചത്. നിരവധ്യ എന്ന് പറയുന്ന നാമം. ഈ 132 മുതൽ 155 വരെയുള്ള ദേവിയുടെ നാമങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ അത് ദേവിയുടെ നിർലിപ്ത ബ്രഹ്മഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 151-ാമത്തെ നാമത്തെക്കുറിച്ചാണ്. നിരന്തര എന്നാണ്. ഓം നിരന്തരായേ നമഃ എന്നായിരിക്കും മന്ത്രരൂപത്തിലത് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുക. എന്താണ് ഈ നിരന്തര എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? അന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിടവ് എന്നുള്ള അർത്ഥമാണ്. വിടവ് അല്ലെങ്കിൽ വ്യത്യാസം, ദ്വാരം, അതേപോലെ പുറമേ ഉള്ള ഭാഗം, പുറം ഭാഗം, മധ്യഭാഗം എന്നൊക്കെ വിവിധ അർത്ഥങ്ങളുണ്ട് ഈ അന്തരം എന്ന് പറയുന്ന വാക്കിന്. നിരന്തര എന്ന് പറയുമ്പോൾ ദേവിയുടെ സർവവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ സർവവ്യാപകത്വമാണ് ഇവിടെ നമ്മൾ ഈ നിരന്തര എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൾ, അന്തരമില്ലാത്ത മട്ടിൽ, ഒട്ടും ഭേദമില്ലാത്ത മട്ടിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ നിരന്തര എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. നമ്മൾ ശ്രുതിയിലൊക്കെ പറയും ആകാശവത് സർവഗതശ്ച നിത്യ എന്നാണ്. അതായത് എല്ലായിടത്തും എന്താ പറയുക, ആകാശത്തിൽ, ഈതറിൽ നിറഞ്ഞു നിൽക്കുന്ന, മൊത്തം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തി എന്നുള്ള അർത്ഥത്തിലാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലായിടത്തും ഉണ്ട്. wherever you cast your eyes upon, you will invariably come across her, you will encounter her. എവിടെയും ഉണ്ടാവും. ദേവി എല്ലാത്ത സ്ഥലമില്ല. ഒരു വിടവ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു അന്തരമില്ല. അതാണ് നിരന്തര. ഏഷ ഏതസ്മിൻ ഉദരമന്തരം കുരുതേഥ തസ്യ ഭയം ഭവതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തൈത്തിരീയത്തിൽ പറയുന്നുണ്ട്. ആരാണോ ഈ ബ്രഹ്മത്തിൽ അല്പമെങ്കിലും ഭേദം ദർശിക്കുന്നത് അവനെ ഭയം ബാധിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ദേവിയിൽ സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്നാണ് ചുരുക്കം. ദേവിയിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ല, ഒരു അന്തരവുമില്ല, അകംഭാവവും അല്ലെങ്കിൽ എന്താ പറയുന്ന അകവുമില്ല, പുറവുമില്ല, മധ്യവുമില്ല, ഒന്നുമില്ലാതെ എല്ലാം ഒരേപോലെ. എവ്രിതിങ് ഈസ് ലൈക്ക് എന്നുള്ളതാണ്, വിത്തൗട്ട് എനി ഡിഫറൻസ് അറ്റ് ഓൾ. അങ്ങനെ മൊത്തമായിട്ട് വ്യാപിച്ചു നിൽക്കുന്ന, സർവചരാചര പ്രപഞ്ചത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന മഹാശക്തിയാണ് ദേവി. നിരന്തരയാണെന്ന് അർത്ഥം. അത് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ശ്രുതികളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപനിഷത്തുകളിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ ദേവി എന്ന് പറയുന്നത് മഹാശക്തിയാണ്. ആദിയും മധ്യവും അന്തവുമില്ലാത്ത അനാദി മധ്യാന്തങ്ങൾ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ല ദേവിക്ക്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയാണ് എന്നാണ് ഈ 151-ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. ഈ നാമം നമ്മൾ സ്ഥിരമായിട്ട് ഓം നിരന്തരായി നമഃ എന്ന് നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനഃശക്തി വർദ്ധിപ്പിക്കും. ബുദ്ധിശക്തിയും തേജസ്സും വാക് ചൈതന്യവും അല്ലെങ്കിൽ വാഗ്വിലാസവും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കും എന്ന് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഈ 151-ാമത്തെ നിരന്തര എന്നുള്ള മന്ത്രം. എല്ലാവരും അത് ജപിക്കുക. അതിൻ്റെ അനുഭവം നിങ്ങൾ നുകരുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ 152-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ അടുത്ത നാമം നിഷ്കാരണ എന്ന് പറയുന്ന നാമമായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുക, അപഗ്രഥിക്കുക, അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. എല്ലാവർക്കും നമസ്കാരം.